നമസ്കാരം, എല്ലാവർക്കും കേരള PSC ഓൺലൈൻ ഗുരുജി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഭാഗം നോക്കാൻ പോകുന്നത് വൈറ്റമിൻസ് ആൻഡ് ദെയർ സയൻറ്റിഫിക് നെയിംസ് എന്ന വിഭാഗത്തിലെ റിവിഷൻ ക്ലാസ് ആണ്. അപ്പോൾ പ്രധാനപ്പെട്ട വൈറ്റമിൻസിൻ്റെയും അവയുടെ സയൻറ്റിഫിക് നെയിമുമായിരിക്കും നമ്മളൊരു റിവിഷൻ ക്ലാസ് പോലെ ഈ ഭാഗത്ത് പഠിക്കുന്നത്. അപ്പോൾ ക്ലാസ് പൂർണ്ണമായും കണ്ട് എല്ലാവരും എല്ലാ വൈറ്റമിൻസിൻ്റെയും സയൻറ്റിഫിക് നെയിംസ് കാണാതെ പഠിക്കാൻ ശ്രദ്ധിക്കും. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും ശ്രദ്ധിക്കുക. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ലേണിംഗ് പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിലെ ഒരു വെരിഫൈഡ് എഡ്യൂക്കേറ്റർ കൂടിയാണ് ഞാൻ. അൺഅക്കാഡമി ലേണിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം എൻ്റെ പേര് അനൂപ് എസ് പിള്ള എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളൊക്കെ അവിടെ കാണുവാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ചാനലിൻ്റെ GK ആൻഡ് മാത്സ് റിവിഷൻ ക്ലാസ്സുകൾ ടെലിഗ്രാമിൽ ലഭിക്കുവാൻ വേണ്ടി നിങ്ങൾ തുടർന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക. ഈ ക്ലാസ്സുകൾ ലഭിക്കുവാൻ നിങ്ങളുടെ ഫോണിൽ ടെലിഗ്രാം എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. പ്ലേ സ്റ്റോറിൽ നിന്നും വാട്സപ്പ് പോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ടെലിഗ്രാം. അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം തുടർന്ന് വരുന്ന കാര്യങ്ങൾ ചെയ്യുക. ആദ്യത്തെ ചാനൽ എന്ന് പറയുമ്പോൾ GK റിവിഷൻ ചാനലാണ്. ടെലിഗ്രാമിൽ ഞാൻ അൺഅക്കാഡമിയിൽ ഇതുവരെ അപ്ലോഡ് ചെയ്ത റിവിഷൻ ക്ലാസ്സുകളുടെ എല്ലാ ലിങ്കുകൾ ഷെയർ ചെയ്തിട്ടുള്ള ഒരു ചാനലാണിത്. അപ്പോൾ ഈ ചാനൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്തും ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ ടെലിഗ്രാമിൽ അനൂപ് GK റിവിഷൻ @ അൺഅക്കാഡമി എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ ചാനൽ ലഭ്യമാവുന്നതായിരിക്കും. അതുപോലെ തന്നെ മാത്സ് വിഭാഗത്തിലെ ക്ലാസ്സുകളെല്ലാം കൂടി ഷെയർ ചെയ്തിരിക്കുന്ന മറ്റൊരു ചാനൽ കൂടിയുണ്ട്. ആ ചാനലിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ അനൂപ് മാത്സ് @ അൺഅക്കാഡമി എന്ന് ടെലിഗ്രാമിൽ സെർച്ച് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കാണും, അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ റിവിഷൻ ക്ലാസ് പോലെ തന്നെ 4 സ്റ്റേജുകളായിട്ടായിരിക്കും നമ്മളിത് പഠിക്കുന്നത്. ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ ഓരോന്നും എന്താണെന്ന് മനസ്സിലാക്കും. അപ്പോൾ നമുക്ക് ആ ഭാഗം നോക്കാം. അപ്പോൾ ഈ തന്നിരിക്കുന്നതാണ് നമ്മൾ പ്രധാനമായും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന വൈറ്റമിൻസും അവയുടെ സയൻറ്റിഫിക് നെയിംസ്. അപ്പോൾ ഒന്നാമത്തെ ഏതാണ്? വൈറ്റമിൻ A. വൈറ്റമിൻ എയുടെ സയൻറ്റിഫിക് നെയിം എന്ന് പറഞ്ഞാൽ റെറ്റിനോൾ എന്നാണ്. അപ്പോൾ നമ്മൾ ഈ ഘട്ടത്തിൽ ഇത് പറയുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങളിപ്പോൾ എഴുതുകയൊന്നും വേണ്ട, വളരെയധികം ശ്രദ്ധിച്ചിരിക്കുക. വൈറ്റമിൻ എയുടെ സയൻറ്റിഫിക് നെയിം എന്താണ്? റെറ്റിനോൾ. വൈറ്റമിൻ B1 ആകുമ്പോൾ അതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറഞ്ഞാൽ തയമിനാണ്. തയമിൻ. B2 എന്ന് പറയുമ്പോൾ റൈബോഫ്ലേവിനാണ്. റൈബോഫ്ലേവിനാണ് B2 എന്ന വൈറ്റമിൻ്റെ സയൻറ്റിഫിക് നെയിം. B3 ആകുമ്പോൾ നിയാസിനാണ്. നിയാസിനാണ് B3. B5 വരുമ്പോൾ പാൻറ്റോതെനിക് ആസിഡ്. 5 എന്ന് പറയുമ്പോൾ പെൻറ്റഗൺ എന്നൊക്കെ ഓർമ്മ എന്ന പോലെ B5 വരുമ്പോൾ പാൻറ്റോതെനിക് ആസിഡ്. B6 വരുമ്പോൾ അതിൻ്റെ സയൻറ്റിഫിക് നെയിം പിരിഡോക്സിനാണ്. പിരിഡോക്സിനാണ് B6 എന്നുള്ള വൈറ്റമിൻ്റെ സയൻറ്റിഫിക് നെയിം. ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഓർത്തെടുക്കുക ഇത്രയും. നമുക്കിനി B7 നോക്കാം. B7 എന്ന് പറയുമ്പോൾ ബയോട്ടിനാണ്. B9 എന്ന് പറയുമ്പോൾ ഫോളിക് ആസിഡാണ്. ഓക്കെ, അപ്പോൾ B9 എന്ന് പറഞ്ഞാൽ ഫോളിക് ആസിഡ്. B12 എന്ന് പറയുമ്പോൾ സയാനോ കൊബാലമീൻ. സയാനോ കൊബാലമീനാണ് B12 വരുന്നത്. ഇനി വൈറ്റമിൻ സി വരുമ്പോൾ അസ്കോർബിക് ആസിഡ്. സി എന്ന് പറഞ്ഞാൽ അസ്കോർബിക് ആസിഡാണ്. ഡി എന്ന് പറയുമ്പോൾ കാൽസിഫെറോൾ. ഡി കാൽസിഫെറോൾ. വൈറ്റമിൻ കെ ഫില്ലോക്വിനോൺ ആണ്. വൈറ്റമിൻ കെ ഫില്ലോക്വിനോൺ. വൈറ്റമിൻ ഇ ടോക്കോഫെറോൾ. വൈറ്റമിൻ ഇ ടോക്കോഫെറോൾ. അപ്പോൾ നമ്മൾ 6, 12, 13 വൈറ്റമിൻസിൻ്റെ സയൻറ്റിഫിക് നെയിംസ് നമ്മൾ ഒരു തവണ കേട്ടു. അപ്പോൾ നിങ്ങൾ ഒരു സെക്കൻഡ് ഈ വീഡിയോ ഒന്നുകൂടി കണ്ട് ഈ ഭാഗം ഒന്നുകൂടി ശ്രദ്ധിച്ച് ഇത്രയും പേരൊന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. നമ്മളിപ്പോൾ ഒന്ന് ജസ്റ്റ് പഠിച്ചതാണ്. A റെറ്റിനോൾ, B1 തൈമിൻ, B2 റൈബോഫ്ലേവിൻ, B3 നിയാസിൻ, B5 പാൻറ്റോതെനിക് ആസിഡ്, B6 പിരിഡോക്സിൻ, B7 ബയോട്ടിൻ, B9 ഫോളിക് ആസിഡ്, B12 സയാനോകൊബാലമീൻ, C അസ്കോർബിക് ആസിഡ്, D കാൽസിഫെറോൾ, K ഫില്ലോക്വിനോൺ, E ടോക്കോഫെറോൾ. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ഇരിക്കാൻ. ഇത്രയും ഭാഗം ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുക.
അപ്പോൾ ഇത്രയും സ്റ്റേജ് 1 കഴിയുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് ഏകദേശം കുറേ പേരുകളൊക്കെ ഓർമ്മ നിൽക്കും. ഇനി അത് കുറച്ചുകൂടി നിങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ സ്റ്റേജ് 2ലേക്ക് പോവുകയാണ്. സ്റ്റേജ് 2 എന്താണ്? മാച്ച് ദ കറക്റ്റ് പെയർ. അതായത് നമ്മൾ നേരത്തെ അതേ ടേബിൾ തന്നെയാണ്, പക്ഷേ വൈറ്റമിൻസിന് നേരെയുള്ള പേരെല്ലാം നമ്മൾ തിരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. കറക്റ്റ് പെയർ അല്ല ഇതൊന്നും. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ടോ എന്ന് നോക്കുക. വൈറ്റമിൻ എ ചിന്തിക്കുമ്പോൾ ഏതാണ് ഓർമ്മ വരുന്നത് നോക്കുക. B1 B2 അങ്ങനെ ഓർഡറിൽ നിങ്ങളുടെ ഓർമ്മയിൽ നിന്നൊന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേജിൽ നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ നേരത്തെ പഠിച്ചത് വെച്ച് ഒന്ന് ഓർത്തെടുക്കുക. ഇപ്പോഴും നിങ്ങൾ എഴുതി നോക്കണമെന്നില്ല, സ്ക്രീനിൽ തന്നെ ഒന്ന് വിരൽ വെച്ച് നോക്കുക ഓരോന്നും ഏതൊക്കെയാണ് വരുന്നതെന്ന്. ഓക്കെ, അപ്പോൾ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് നോക്കുക. നമുക്കിനത് കറക്റ്റായിട്ട് പെയർ ചെയ്യാം. വൈറ്റമിൻ എ ഏതായിരുന്നു? റെറ്റിനോൾ. വൈറ്റമിൻ എ റെറ്റിനോൾ ആയിരുന്നു. വൈറ്റമിൻ B1 ഏതായിരുന്നു? തൈമിൻ ആയിരുന്നു വൈറ്റമിൻ B1. B2ഓ? റൈബോഫ്ലേവിൻ ആയിരുന്നു B2. B3 ഏതായിരുന്നു? നിയാസിൻ. B5 ഏതായിരുന്നു? പാൻറ്റോതെനിക് ആസിഡ്. പെൻറ്റഗൺ എന്ന് ഓർത്തിരിക്കണം എന്ന് പറഞ്ഞു. പാൻറ്റോതെനിക് ആസിഡാണ് B5. B6 ഏതാണ്? പിറിഡോക്സിൻ. B7 ഏതായിരുന്നു? ബയോട്ടിൻ. B9 ഏതായിരുന്നു? ഫോളിക് ആസിഡ്. B9 ഫോളിക് ആസിഡ് ആയിരുന്നു. B12 ഏതായിരുന്നു? സയാനോ കൊബാലമീൻ ആയിരുന്നു. വൈറ്റമിൻ സി എന്ന് പറഞ്ഞാൽ അസ്കോർബിക് ആസിഡ് ആയിരുന്നു. ഇനി ഡി ഏതായിരുന്നു? കാൽസിഫെറോൾ ആയിരുന്നു വൈറ്റമിൻ ഡി. കെ ഏതായിരുന്നു? ഫില്ലോക്വിനോൺ ആയിരുന്നു കെ. വൈറ്റമിൻ ഇ ഏതായിരുന്നു? ടോക്കോഫെറോൾ ആയിരുന്നു. ഇപ്പോൾ ക്ലിയർ ആയല്ലോ. ആദ്യത്തെ സ്റ്റേജും നല്ലതുപോലെ ശ്രദ്ധിച്ചിരുന്ന് പഠിച്ചെടുത്തതിന് ശേഷം രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മൾ കറക്റ്റായിട്ട് പെയർ ചെയ്ത് നോക്കുക. അതിനുശേഷം ഈ ആൻസർ നോക്കുക. അപ്പോൾ എത്ര തവണ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണുന്നോ അത്രയും ആഴത്തിൽ നിങ്ങളുടെ മനസ്സിൽ ഈ ഉത്തരങ്ങളെല്ലാം ഉണ്ടായിരിക്കും. അതാണ് ഈ റിവിഷൻ ക്ലാസ്സുകളുടെ പ്രത്യേകത. ആ രീതിയിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ സ്റ്റേജ് 2-ൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ഓർമ്മ വന്ന് കാണുമല്ലോ. ഇനി നമ്മൾ ഫൈനൽ സ്റ്റേജിലേക്ക് പോവുകയാണ്. തേർഡ് സ്റ്റേജ് എന്താണ്? നിങ്ങൾ ഇനിയൊരു പേപ്പറും പേനയും എടുത്ത് വൈറ്റമിൻ എ എന്താണെന്ന് ഓർമ്മയുള്ളത് എഴുതുക, B1 എന്താണെന്ന് ഓർമ്മയുള്ളത് എഴുതുക, B2 എഴുതുക, അങ്ങനെ ഈ വരെയുള്ളത് എന്ന് എഴുതി നോക്കുക. ഓർഡറിൽ ഈ രണ്ട് സ്റ്റേജിൽ നിങ്ങൾക്ക് വിട്ടുപോയത് വല്ലതുമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കും. അതൊഴിച്ച് ബാക്കിയെല്ലാം എ എന്ന് എഴുതുക, അതിൻ്റെ പേര് എഴുതുക, B1 എഴുതുക, അങ്ങനെ ഈ വരെയുള്ള എല്ലാം ഒന്ന് എഴുതി നോക്കുക. ഓക്കെ, അപ്പോൾ റിവിഷൻ ക്ലാസ്സിൽ കൃത്യമായിട്ട് പറയുന്നത് അതുപോലെ തന്നെ ചെയ്യുക. എന്നാൽ മാത്രമേ ക്ലാസ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കത് കാണാതെ എഴുതാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന് ഒരു തവണ ഒരു പേപ്പറിലേക്ക് നിങ്ങൾക്കത് എഴുതാൻ സാധിച്ചാൽ നിങ്ങളുടെ മനസ്സിൽ അത് എന്തായാലും ഉണ്ടായിരിക്കും. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ മറന്നു പോകുമ്പോൾ ഒന്നുകൂടി റിവൈസ് ചെയ്യാൻ ഈ റിവിഷൻ ക്ലാസ്സുകളെല്ലാം നമ്മളൊരു പ്ലേലിസ്റ്റായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ഓർത്ത് വെച്ചിരിക്കേണ്ട കാര്യങ്ങളെല്ലാം ഇനി പല പല ക്ലാസ്സുകളായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ആദ്യത്തെ ക്ലാസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചിരുന്നു. വളരെ നല്ല അഭിപ്രായമാണ് കിട്ടിയത്. ഒരുപാട് പേര് കണ്ടു, നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് രണ്ടാമത്തെ ക്ലാസ്സായിട്ട് ഈ ക്ലാസ് അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ഇനി ഇതുപോലുള്ള ഒരുപാട് ക്ലാസ് ഈ റിവിഷൻ ക്ലാസ് എന്നുള്ള പ്ലേലിസ്റ്റിൽ വരും. അപ്പോൾ നിങ്ങൾക്കതെല്ലാം പ്രയോജനപ്പെടും. കൃത്യമായിട്ട് പറയുന്ന രീതിയിൽ ഫോളോ ചെയ്താൽ നിങ്ങൾ ക്ലാസ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കതെല്ലാം കാണാതെ പഠിക്കാൻ സാധിക്കും. ഓക്കെ, നിങ്ങളത് എഴുതി കാണുമല്ലോ. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റേജാണ്. ഇനി നിങ്ങളൊന്നും ചെയ്യേണ്ട. ഇനി നിങ്ങളിത് ആൻസർ ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കിയാൽ മതി. ആൻസർ വെരിഫൈ ചെയ്ത് നോക്കുക. നിങ്ങൾ എഴുതിയ പേപ്പർ ഇതോടെ മാച്ച് ചെയ്ത് നോക്കുക. വൈറ്റമിൻ എ റെറ്റിനോൾ, B1 തൈമിൻ, B2 റൈബോഫ്ലേവിൻ, B3 നിയാസിൻ, B5 പാൻറ്റോതെനിക് ആസിഡ്, B6 പിറിഡോക്സിൻ, B7 ബയോട്ടിൻ, B9 ഫോളിക് ആസിഡ്, B12 സയാനോകൊബാലമീൻ,
സി അസ്കോർബിക് ആസിഡ്, ഡി കാൽസിഫെറോൾ, കെ ഫില്ലോക്വിനോൺ, ഇ ടോക്കോഫെർ. അപ്പോൾ നിങ്ങൾ ഈ 13 എണ്ണത്തിൽ എത്ര എണ്ണം ശരിയാക്കി എന്നുള്ള കാര്യം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. ആദ്യത്തെ അറ്റംപ്റ്റിൽ വിട്ടുപോയത് നിങ്ങൾ ഒന്നുകൂടി ക്ലാസ് ആദ്യം മുതൽ കണ്ട് തന്നെ പഠിച്ചെടുത്ത് 13 എണ്ണവും ശരിയാക്കിയെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം മാത്രം വീഡിയോ എൻഡ് ചെയ്യുക. എത്ര തവണ വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ഒരു തവണ ഇതെല്ലാം എഴുതിയെന്ന് ഉറപ്പ് വരുത്തുക. എന്നാൽ മാത്രമേ ഈ വീഡിയോ കണ്ടുകൊണ്ടുള്ള പ്രയോജനം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഈ റിവിഷൻ ക്ലാസ്സിൽ വൈറ്റമിൻസ് ആൻഡ് ദെയർ സയൻറ്റിഫിക് നെയിംസ് ആണ് പഠിച്ചത്. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കമൻറ്റ് ചെയ്യുക. പരമാവധി നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഇത്തരം ക്ലാസ്സുകൾ ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതുപോലെ കൂടുതൽ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. നന്ദി.